ഇനി ഇടുക്കിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും സമാനമായ കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇടുക്കി പെഴുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രദേശത്ത് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കളക്ടർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. 10 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചു. ഇന്നലെയാണ് കുമ്പൻപാറ സ്വദേശി സോഫിയ ഇസ്മായിലിനെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പെരുവന്താനം പഞ്ചായത്ത് മെമ്പറും പറഞ്ഞു. വന്യജീവി ശല്യത്തെക്കുറിച്ച് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ കുടുംബവും നേരത്തെ വിവരിക്കുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. കാഞ്ഞിരപ്പള്ളി BRC ഉദ്യോഗസ്ഥരോടാണ് സോഫിയ കാര്യങ്ങൾ വിവരിക്കുന്നത്. ആടിനെ ഞാൻ പറഞ്ഞില്ലേ, ആടിനെ പിടിക്കും. നമ്മുടെ ആടിനെ പിടിച്ച്, പിന്നെ ഒരു പശുവിനെ പിടിച്ച്, പിന്നെ അല്ലെങ്കിൽ ഒരു മൂരിയെ പിടിച്ച്. പിന്നെ കുറെ ഇവിടെ വീടിന്റെ ഇതൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ മോടെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് കുറെ ആടിനെ ഇതിനൊക്കെ കൊടുത്തിട്ടാണ് 5 പട്ടികളെ പിടിച്ചു. പട്ടി ഇവിടെ നമ്മുടെ മുറ്റത്തുനിന്ന് കൊണ്ടുപോയത്. നിങ്ങൾ പുലി വരുമ്പോ ഇവിടെ കഴുത്തിന് പിടിച്ചോണ്ട് പോകുമല്ലേ? കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ ഓടി വീണ് എന്റെ മുട്ടൊക്കെ ഇതായി. ഞങ്ങൾ മെഡിക്കൽ റെസ്റ്റ് ചികിത്സയൊക്കെ ആയിരുന്നു. വീട്ടിനകത്തുനിന്ന് ഇറങ്ങി വന്നതാണ്. പട്ടിയെ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി ഇറങ്ങാൻ പോകാൻ. സംഭവം ഉണ്ടായത് ഇന്നലെ 5:30 മണിയോടുകൂടിയാണ് അങ്ങനെ സംഭവം ഉണ്ടായത്. സോഫിയ കുളിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അവിടെ ഒരു അരുവിയുണ്ട്, ചെറിയൊരു ഓലി. അവിടെയാണ് കുളിക്കാൻ പോയത്. അവരുടെ കൂട്ടത്തിൽ 2 പിള്ളേരും ഉണ്ടായിരുന്നു, ഒരു മോനും മോളും. അവരെ രണ്ടുപേരെയും കുളിപ്പിച്ച് അവർ കയറിപ്പോയതിന് ശേഷമാണ് സോഫിയ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ ഒരു ദുരന്തം സംഭവിച്ചത്. ആന ഇന്നലെ നേരത്തെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പം അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ച് പറഞ്ഞു. അവിടുന്ന് വാച്ചർമാർ വന്ന് കയറി കണ്ടിട്ട് പോയി. അവർ വന്നിട്ട് പോയി. പക്ഷേ ആനയൊന്നും ഓടിച്ചു പോയില്ല. ആന പോയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിരന്തരമായിട്ടൊരു 3-4 വർഷക്കാലങ്ങളായിട്ട് നിരന്തരമായിട്ട് ഞങ്ങളുടെ പ്രദേശത്ത് ഈ ആനയുടെ കാട്ടാനയുടെ ശല്യം വളരെ രൂക്ഷമായിട്ടുള്ളതാണ്. ഞങ്ങളിതിനെതിരെ സമരങ്ങൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്ത് MLA എല്ലാം ഉൾപ്പെടെ ഞങ്ങൾ മന്ത്രിതലത്തിൽ വരെ പോവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് 2 ദിവസത്തെ RR ടീമിനെ വിട്ടു തന്നിരുന്നു. പക്ഷേ കാലങ്ങളായിട്ട് 3-4 വർഷങ്ങളായിട്ട് ഇതുപോലെ ആനയുടെ ശല്യം ഉണ്ടെങ്കിലും ആന ആക്രമിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇന്നലെ ഒരു തീരുമാനം എടുത്തു. ഞങ്ങളുടെ സ്വത്തിനല്ല സംരക്ഷണം, ഞങ്ങളുടെ ജീവനുള്ളൊരു സംരക്ഷണം അത് ആവശ്യമാണ്. ഒരു 3 വർഷമായിട്ടാണ് ഭയങ്കരമായിട്ട് ശല്യം തുടങ്ങിയത്. സിജോ വർഗീസ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സിജോ, വന്യജീവി ആക്രമണത്തെ പറ്റി പരാതി പറഞ്ഞ സോഫിയയ്ക്ക് തന്നെ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമാവുകയാണ്. അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് എന്താണ്? നിലവിൽ പ്രതിഷേധം തുടരുകയാണോ? സാഹചര്യം എന്താണ്? സ്നേഹ, വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഇവിടെ ഒന്ന് പങ്കുവയ്ക്കാൻ കഴിയുക. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ തന്നെയാണ്. ഈ ആശുപത്രിയിൽ ഇതിനു മുമ്പും സോഫിയ ഈ പല വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റി ചികിത്സയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. അതേ ആശുപത്രിയിൽ ഇന്ന് ജീവൻ നഷ്ടപ്പെട്ട് ആ മോർച്ചറിയിൽ കിടക്കേണ്ടി വരുന്നു. വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ അവർക്ക് പങ്കുവെക്കാനുള്ളത്. ആനയായും പുലിയായും കടുവയും കാട്ടുപോത്തൊക്കെയായും ഈ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങൾ എത്തുന്നു. പലതവണ പറഞ്ഞും പ്രതിഷേധിച്ചും അടുത്ത ഒരു കാര്യമാണ്. പക്ഷേ അവർ എന്താണോ ഭയപ്പെട്ടത്, ആ ഭയപ്പെട്ട കാര്യം അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന അവസ്ഥ. ഒരു ജീവൻ ആദ്യമായി ഈ മേഖലയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ട കാര്യം. അല്പസമയത്തിനകം തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. മൃതദേഹം ഇവിടെ നിന്ന് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? നമ്മൾ പോകുന്നത് കാഞ്ഞിരപ്പള്ളി കുന്നോൾ ഹോസ്പിറ്റലിലേക്കാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നത്. അതിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നത്. ഇതിനുശേഷം പൊതുദർശനം എന്തെങ്കിലും ചെന്നാപ്പാറ മുകളിലാണ് ആദ്യം വെക്കുന്നത്. 1 മണിക്കൂറിന് ശേഷം പിന്നീട് വരിക്കാനി പള്ളിയിലേക്ക് മാറ്റും. അവിടെയാണ് സംസ്കാരം. ഈ പ്രദേശത്ത് കാട്ടാനശല്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നായിരുന്നു. അപ്പോൾ ഈ സോഫിയ തന്നെ നേരത്തെ BRC ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. ഒരു പരിഹാരമായിട്ടില്ലല്ലോ? ഇതുവരെ പരിഹാരമായിട്ടില്ല. നിരന്തരം നമ്മൾ എവിടെ നിന്ന് പറയുന്നതാണ്. ഈ പറഞ്ഞ പോലെ അവർ വരും, ആനയെ ഓടിച്ചു വിടും, പോകുമെന്നല്ലാതെ മറ്റൊന്നും നടപടികൾ ഉണ്ടായിട്ടില്ല. ഇല്ല. തീർച്ചയായും എന്തായാലും അത്തരത്തിലൊരു അഭിപ്രായമാണ് ഇവർ പറയുന്നത്. കാലങ്ങളായി പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഈ സോഫിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇപ്പോൾ അല്പസമയത്തിനും തന്നെ മാറ്റും. ഇപ്പോൾ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിനുശേഷം മൃതദേഹം ചെന്നാപ്പാറ മുഗൾ ത്വാഹ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിന് വയ്ക്കും. 1 മണിക്കൂറായിരിക്കും അവിടെ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം മുണ്ടക്കയം വരിക്കാനി
ജുമാ മസ്ജിദിലേക്ക് മാറ്റും. ഖബറടക്കം അവിടെയായിരിക്കും നടത്തുക. എന്തായാലും ഈ വളരെ കാലം മുമ്പ് ഈ BRC ഉദ്യോഗസ്ഥർ ഈ ഇടയ്ക്ക് ഈ വീടുകൾ സന്ദർശിക്കുമായിരുന്നു. ഈ പ്രദേശത്ത് ഒരു ഒറ്റപ്പെട്ട മേഖലയാണ്. TRT എസ്റ്റേറ്റ് ഉള്ള എസ്റ്റേറ്റിലെ പ്രദേശമാണ്. ആ പ്രദേശത്ത് നേരത്തെയും ഏതാണ്ട് 28ഓളം കാട്ടാനകൾ ആ മേഖലയിൽ ഉണ്ട് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഈ കാട്ടാനയെ കൂടാതെ തന്നെ പുലിയുടെയൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശത്തെല്ലാം RRTയുടെ സേവനം നേരത്തെ തന്നെ ഈ ആളുകൾ പറഞ്ഞ് ആവശ്യപ്പെട്ടതനുസരിച്ച് ലഭ്യമാക്കിയിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു പോകാറുണ്ട് എന്നും പറയുന്നു. പക്ഷേ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടായിട്ടില്ല. എന്തായാലും അത്തരത്തിൽ ഒരു പരിഹാരം നേരത്തെ നിൽക്കുന്നുണ്ട്. BRC ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴാണ് അവരോടാണ് ഈ കൊല്ലപ്പെട്ട സോഫിയും കുടുംബവും ഈ കാര്യമെല്ലാം പറയുന്നത്. അതായത് നേരത്തെ ഈ ഇവിടെ നിന്നുള്ള പട്ടികളെ, നായ്ക്കളെ പുലി ആക്രമിച്ചിട്ടുണ്ട്, വളർത്തുമൃഗങ്ങളെ, പശുക്കളെ ആക്രമിച്ചിട്ടുണ്ട്. പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു സംഭവം പറയുന്നുണ്ട്. ഈ കാട്ടാനകൾ നിരവധിയുണ്ട്, അവരുടെ ആക്രമണത്തൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നതൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. തീർച്ചയായും കാട്ടാന ആക്രമണത്തെക്കുറിച്ച്, വന്യജീവി ആക്രമണത്തെക്കുറിച്ചൊക്കെ പരാതി പറഞ്ഞ സോഫിയയ്ക്ക് തന്നെ ഇപ്പോൾ കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിരിക്കുകയാണ്.